بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على من اصطفى محمد وعلى آله وصحبه وسلم تسليما كثيرا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹുൽ ബുഖാരിയിൽ അടങ്ങിയ ഏതാനും ചില ഹദീസുകൾ പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ നേരത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടുന്നത്. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിലെ 5 ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞു. 5-ാമത്തെ ഹദീസായി നമ്മൾ എടുത്തത് കിതാബുൽ ഈമാൻ 19-ാമത്തെ അധ്യായം ബാബായ ബാബുൻ ഇദാ ലം യകുനിൽ ഇസ്ലാമു അലൽ ഹഖീഖ എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലെങ്കിൽ അഥവാ ഇസ്ലാം എന്ന ആ പ്രയോഗം കീഴടങ്ങളിൻ്റെയും ഭയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ, ബാഹ്യമായ കീഴടങ്ങൽ എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ ഇസ്ലാം യാതൊരു നിലക്കും ആ വ്യക്തിക്ക് ഉപകരിക്കുകയില്ല എന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസും വായിച്ച് പഠിച്ചു കഴിഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ജനങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നൽകിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞു. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഥവാ വിശ്വാസിയായ ഒരു മനുഷ്യനെ താങ്കൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത്. അവിടെ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഒന്ന്, ഔ മുസ്ലിമൻ, സഅദ് റളിയല്ലാഹു അൻഹു ഇന്നി ലഅറാഹു മുഅ്മിന, ഞാൻ അദ്ദേഹത്തെ മുഅ്മിനായി കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഔ മുസ്ലിമ, മുസ്ലിമായിട്ടല്ലേ, അവിടെ തിരുത്തി മുഅ്മിൻ എന്ന പ്രയോഗം ഉപയോഗിക്കാതെ മുസ്ലിം എന്ന പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചത്. എന്താണ് കാരണം? മുഅ്മിൻ എന്ന പദത്തിൽ എന്തുണ്ട്? ഒരു തസ്കിയത്തുണ്ട്. തസ്കിയത്ത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അയാൾ യഥാർത്ഥ വിശ്വാസിയാണെന്ന് വരുത്തി തീർക്കുക. അങ്ങനെ പറയണമെങ്കിൽ അയാളുടെ ഹൃദയത്തിലുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ഔ മുസ്ലിമ, അയാൾ മുസ്ലിമല്ലേ, അയാൾ മുസ്ലിമാണ്, ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് ബാഹ്യമായി നമുക്ക് വിധിക്കാൻ പറ്റും. പക്ഷെ അയാൾ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് ആർക്കാ പറയാൻ പറ്റുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി മുഖേന പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഒരു അധ്യായം കുറിക്കുന്നുണ്ട്. എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ഷഹീദാണ്, അയാൾ മരിച്ചത് ഷഹീദായിട്ടാണ് മരിച്ചത് എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന അധ്യായം പോലും സഹീഹിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം, ഈമാൻ, ഈ 2 പ്രയോഗങ്ങൾ തമ്മിലുള്ള അന്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്.
ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ അധ്യായമാണ്, കിതാബാണ്. അതായത് ദീനിൻ്റെ മർത്തബ മൂന്നാണ്. ഒന്ന് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാമിനേക്കാൾ ഉയർന്ന മഖാമാണ് ഏത്? ഈമാൻ. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് വെച്ചാൽ? ഇസ്ലാം എന്ന് വെച്ചാൽ ഈമാനിനേക്കാൾ കുറഞ്ഞ മർത്തബയും എന്നാൽ ഒരാൾ മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി എന്നിട്ട് ആ ഇസ്ലാം ദീൻ സംരക്ഷിക്കുവാനുള്ള വിശ്വാസം അയാളുടെ മനസ്സിൽ ഉണ്ട്. എങ്കിലും പൂർണ്ണമായ ഈമാനിലേക്ക് ആ വ്യക്തി, ആ മുസ്ലിം എന്ന വിളിക്കപ്പെടുന്ന വ്യക്തി എത്തിയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായ വിശ്വാസം മനസ്സിൽ കടന്നു വരുമ്പോഴാണ് അയാൾക്ക് മുഅ്മിനിൻ്റെ മർത്തബയിലേക്ക് അയാൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച നവ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഗ്രാമീണരായ അറബികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ. അവരെന്താ പറഞ്ഞത്? ഖാലത്തിൽ അറാബു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു തിരുത്തി പറയുകയാണ്, കൊല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമുകളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ വിശ്വാസം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞല്ലോ, അവർ ഈമാനിൻ്റെ മഖാമാണ് സ്വയം അർഹരാണെന്ന് വാദിച്ചത്. ഈമാനിൻ്റെ മഖാമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നവർ വാദിച്ചു. അതുകൊണ്ട് തന്നെ ഖുർആൻ അവർക്ക് ഞാൻ മറുപടി നൽകിയിരുന്നു. അപ്പോൾ ഈ മർത്തബകൾ ഇങ്ങനെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇസ്ലാം എന്ന ആ പൊതുവായ അർത്ഥം, ആ അർത്ഥത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും പെടുന്നു. അതെ അതെ. പക്ഷേ അതിൻ്റെ ആ ഈമാനിൻ്റെ, ആ വിശ്വാസത്തിൻ്റെ സമ്പൂർണമായ ആ തട്ടിലേക്ക് ഉയരണമെങ്കിൽ ആ 5 കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. 5 കാര്യങ്ങൾ ചെയ്തിട്ട് ഈമാനിൻ്റെ മറ്റ് ശാഖകളിൽ ഏർപ്പെടണം. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാന് എന്ന് വെച്ചാൽ 70 ചില്ലാനം ശാഖകളാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഹയാ എന്ന് വെച്ചാൽ ഈമാനിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈമാനിൻ്റെ അടിസ്ഥാന വിഷയങ്ങളുണ്ട്, എന്നാൽ അടിസ്ഥാനമല്ലാത്ത മറ്റു ശാഖകളുമുണ്ട്. അടിസ്ഥാന ശാഖകൾ എന്ന് പറയുമ്പോൾ അതില്ലെങ്കിൽ ഈമാനില്ല. എന്നാൽ മറ്റു ശാഖകളുമായി ഒരു വിശ്വാസി ഏർപ്പെടുമ്പോഴാണ് അവൻ്റെ ഈമാൻ പരിപൂർണമാകുക. മാത്രമല്ല അൽ ഈമാനു യസീദു വയൻഖുസു, യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ. താഅത്ത് അധികരിപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുന്നു. മഅസിയത്ത് മുഖേന അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ ഈമാൻ കുറയുന്നു. അപ്പോൾ അതാണ് ഈ പരിപൂർണമായ ഈമാനും പരിപൂർണമല്ലാത്ത ഈമാനും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈമാനിൻ്റെ മഖാമിലേക്ക് ഉയരാത്ത ഒരു മുസ്ലിം, അയാൾക്ക് തീരെ ഈമാനില്ല എന്ന് പറയാൻ പാടില്ല. കാരണം തീരെ ഈമാനില്ലെങ്കിൽ അയാൾ മുസ്ലിമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, അയാളുടെ ഇസ്ലാം ശരിയാക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാം ശരിയാണെന്ന് രീതിയിൽ അയാളുടെ മനസ്സിൽ അല്പം എന്തുണ്ടാവും? ഈമാൻ ഉണ്ടാവും. വലാകിന്നഹു ഈമാനുൻ ദഈഫ്. ഈമാന് പരിപൂർണമല്ലാത്ത ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാനിൻ്റെ തൂക്കം, അളവ് അയാളുടെ മനസ്സിൽ ദുർബലമായിരിക്കും.
പിന്നീട് അയാൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈമാനിൻ്റെ മറ്റു ശാഖകൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചതിന് ശേഷം അയാളുടെ ഈമാൻ പരിപൂർണമാകുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന അധ്യായം എന്താണ്? കിതാബു അത്തൗഹീദ്. നോക്കൂ നിങ്ങൾ, സഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത് കിതാബു അൽ ഈമാൻ, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അതായത് കിതാബു ബദ്ഉൽ വഹ്യി, വഹ്യിൻ്റെ ആരംഭം എന്ന കിതാബിന് ശേഷം ഒന്നാമത്തെ അധ്യായം എന്താണ്? കിതാബുൽ ഈമാനാണ്. സഹീഹുൽ ബുഖാരി അവസാനിക്കുന്നത് കിതാബുൽ ഈമാന് രണ്ടാമത്തെ കിതാബാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെയും 97-ാമത്തെ കിതാബ് കിതാബു തൗഹീദാണ്. സഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത് ഈമാനുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി, അവസാനിക്കുന്നതും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ എന്താണ് പണ്ഡിതന്മാർ പറയുന്നത്? ഒരു മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത്, ഇസ്മത്ത് എന്ന് പറയുന്നത്, അത് തുടക്കമാകട്ടെ ഒടുക്കമാകട്ടെ തൗഹീദ് കൊണ്ട്, ഈമാൻ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇമാം ബുഖാരി വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കിതാബു തൗഹീദ് എന്ന അധ്യായം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഹദീസ് വായിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. കിതാബു തൗഹീദ് എല്ലാവരും വായിക്കുക. ബാബു മാ ജാഅ ഫീ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു ഇലാ തൗഹീദില്ലാഹി തബാറക വതആല. وحدثني عبد الله بن أبي الأسود وحدثني عبد الله ابن أبي الأسود قال حدثنا الفضل بن العلاء قال حدثنا إسماعيل بن أمية عن يحيى بن عبد الله ابن صيفي أنه سمع أبا معبد مولى ابن عباس يقول سمعت ابن عباس يقول لما بعث النبي صلى الله عليه وسلم معاذ بن جبل إلى نحو أهل اليمن قال له إنك تقدم على قوم من أهل الكتاب فليكن أول ما تدعوهم إلى أن يوحدوا الله تعالى فإذا عرفوا ذلك فأخبرهم أن الله قد فرض عليهم 5 صلوات في يومهم وليلتهم فإذا صلوا فأخبرهم أن الله افترض عليهم زكاة في أموالهم تؤخذ من غنيهم فترد على فقيرهم فإذا أقروا بذلك فخذ منهم وتوقى كرائم أموال الناس. സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ പെട്ട ഒന്നാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിതാബു തൗഹീദാണ് അവസാനത്തെ അധ്യായം സഹീഹുൽ ബുഖാരിയിൽ. ആ അധ്യായത്തിലെ അവസാനത്തെ ആദ്യത്തെ ബാബാണ്, കിതാബു തൗഹീദിലെ ആദ്യത്തെ ബാബാണ് നമ്മൾ പഠിക്കുന്നത്. ബാബു മാ ജാഅ ഫീ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു ഇലാ തൗഹീദില്ലാഹി തബാറക വതആല. ബാബു എന്ന് വെച്ചാൽ അധ്യായം. ഏതിൻ്റെ അധ്യായം? മാ ജാഅ ഫീ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ
പ്രബോധനം. ഇവിടെ ദുആ എന്ന് വെച്ചാൽ എന്താണ്? പ്രബോധനം, ജനങ്ങളെ ക്ഷണിക്കുക. ഏതിലേക്ക് ക്ഷണിക്കുക? അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്ക് പ്രബോധനം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന അധ്യായം. ഇതാണ് ഈ അധ്യായത്തിൻ്റെ അർത്ഥം. ബാബു മാ ജാഅ ഫി ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. നബിയുടെ ഉമ്മത്തിനെ നബി ദുആ ചെയ്യുന്നു, ക്ഷണിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു. ഇലാ തൗഹീദില്ലാഹി തബാറക വ തആല, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, അള്ളാഹുവിനെ ഏകനാക്കുന്ന വിഷയത്തിലേക്ക്. ഇതാണ് അധ്യായം. എന്നാൽ ഇമാം ബുഖാരി പറയുന്നു, വഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു അബിൽ അസ്വദ്. അബ്ദുല്ലാഹി ഇബ്നു അബിൽ അസ്വദ് ഇമാം ബുഖാരിയുടെയും ഇമാം അബൂദാവൂദിൻ്റെയും ഉസ്താദാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 223 ഖാല ഹദ്ദസന. ഇവിടെ ഖാല എന്ന് എഴുതുകയില്ല, പക്ഷെ വായിക്കണം. ഇസ്നാദ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മനസ്സിലായില്ലേ? എന്താണത്? അബ്ദുല്ലാഹി ഇബ്നുൽ അസ്വദും അൽ ഫദ്ൽ ഇബ്നുൽ അല എന്ന രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? ഹദ്ദസന ഉണ്ട്. എന്താണ് ഹദ്ദസന എന്ന് വെച്ചാൽ? നമ്മോട് പറഞ്ഞു തന്നു, നമുക്ക് പറഞ്ഞു തന്നു, അറിയിച്ചു തന്നു. അപ്പോൾ ഇവിടെ ഹദ്ദസന എന്ന വാക്കിന് മുമ്പ് ഖാല പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വായിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു എന്ന അർത്ഥമായി മാറും. അതുകൊണ്ട് ഖാല എന്ന് പറയണം. ആരാണ് ഈ ഹദ്ദസന എന്ന വാക്ക് ഉപയോഗിച്ചത്? അബ്ദുല്ലാഹി ഇബ്നുൽ അബിൽ അസ്വദ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന പദം അവിടെ ഇസ്നാദ് വായിക്കുമ്പോൾ ഖാല എന്ന പദം എഴുതിയിട്ടില്ലെങ്കിലും അത് വായിക്കണമെന്നാണ് ഉലൂമുൽ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇസ്നാദ് വായിക്കേണ്ടത്? വഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു അബിൽ അസ്വദ് ഖാല ഹദ്ദസന അൽ ഫദ്ൽ ഇബ്നുൽ അല ഖാല ഹദ്ദസന ഇസ്മാഈൽ ഇബ്നു ഉമയ്യ. മനസ്സിലായില്ലേ? ശരി. ഖാല ഹദ്ദസന അൽ ഫദ്ൽ ഇബ്നുൽ അല. അൽ ഫദ്ൽ ഇബ്നുൽ അല അൽ കൂഫി ഇമാം അഹ്മദിൻ്റെയും അലി ഇബ്നുൽ മദീനിയുടെയും ഉസ്താദാണ്. അദ്ദേഹം എത്രാം വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് അറിയുകയില്ല. എങ്കിലും ഈ പണ്ഡിതന്മാരുടെ ഗുരുവാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഈ അലി ഇബ്നുൽ മദീനി? ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ, നമ്മൾ ഈ ഹദീസിൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണ്. അലി ഇബ്നുൽ മദീനി ആരാണ്? ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അലി ഇബ്നുൽ മദീനി. قال حدثنا إسماعيل بن أمية. إسماعيل بن أمية الأموي ഹിജ്റ 144 മരണപ്പെട്ടതാണ്. عن يحيى بن عبد الله بن صيفي. يحيى بن عبد الله بن محمد بن يحيى بن صيفي المكي. അദ്ദേഹം ഹിജ്റ എത്രാം വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് നിശ്ചയമില്ല. അന്നഹു സമിഅ അബാ മഅബദിൻ. അദ്ദേഹം കേട്ടു. ആരിൽ നിന്ന് കേട്ടു? അബൂ മഅബദിൽ നിന്ന് കേട്ടു. ആരാണ് അബൂ മഅബദ്? അബൂ മഅബദിൻ്റെ പേരെന്താണ്? നാഫിദ്. ദാലാണ്. ദാലിൻ്റെ മേലെ കുത്ത് ഇട്ടലെന്തായി? ദാലായി മാറി. നാഫിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ് ആര്? നാഫിദ് എന്ന ഈ പണ്ഡിതൻ. അദ്ദേഹം താബിഇയാണ്, പണ്ഡിതനുമാണ്. ഹിജ്റ 104 മരണപ്പെട്ടു. അപ്പോൾ ഇബ്നു അബ്ബാസിൻ്റെ മൗലയായ അബൂ മഅബദ് ഇബ്നു അബ്ബാസിൽ നിന്ന് കേട്ടു. അദ്ദേഹം പറയുന്നു, യഖൂലു സമിഅ്തു ഇബ്നു അബ്ബാസിൻ. ഇബ്നു അബ്ബാസ് പറയുന്നതായി ഞാൻ കേട്ടു. ആര് പറഞ്ഞു? അബൂ മഅബദ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അബൂ മഅബദ് അബാ മഅബദായി മാറിയത്? വാക്കിൻ അന്നഹു സമിഅ അബാ മഅബദിൻ. ഒരു വേളയിൽ നമ്മൾ വിശദീകരിച്ചാണത്. അബൂ മഅബദ്, അബൂ എന്ന ഈ വാക്ക്
മർഫു ആണെങ്കിൽ അത് വാവ് കൊണ്ടായിരിക്കും, മൻസൂബാണെങ്കിൽ അലിഫ് കൊണ്ടായിരിക്കും, മജ്റൂർ ആണെങ്കിൽ യാ കൊണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അബൂ അബ്ദില്ല എന്ന ഈ പദം, ജാ അബൂ അബ്ദില്ല, അബൂ അബ്ദില്ല വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബു എന്തായി മാറി? ഫാഇലായി. ഫാഇൽ എന്താണ്? മർഫു ആണ്. മർഫു ആകുമ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഫാഇലായിട്ട് ഒരു ക്രിയയുടെ കർത്താവായി വരിക എന്ന്. അപ്പോൾ എന്തായി മാറി? ജാ അബു എന്നാണ് വേണ്ടത്, അബൂ അബ്ദില്ല. ഇനി ഞാൻ അബൂ അബ്ദില്ല എന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ഞാൻ ചെന്നു, എങ്ങനെ പറയാം? ജിഅ്തു അബാ അബ്ദില്ല. അതാണ് ഇവിടെ പ്രയോഗിച്ചത്. സമിഅ അബാ മഅബദിൻ, അബൂ മഅബദ് പറയുന്നത് കേട്ടു. ആര് കേട്ടു? യഹ്യ. അപ്പോൾ അബാ മഅബദ് എന്തായി മാറി? മൻസൂബായി. ആ അബ എന്ന വാക്കിൻ്റെ മഹൽ എന്തായി? മൻസൂബാണ്. എന്തുകൊണ്ടാണത്? മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ട് മൻസൂബായിരിക്കും. അത് ഈ അബു, അഹു പോലെയുള്ള പദങ്ങൾ ആണെങ്കിലുള്ള അവസ്ഥയാണ്. സാധാരണ കർത്താവാണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ദമ്മ്. ഫജാഅ മുഹമ്മദുൻ അല്ലേ? റഅയ്തു മുഹമ്മദൻ. മൻസൂബാണെങ്കിൽ ഫത്ഹാണ് കൊടുക്കേണ്ടത്. ഇനി ദഹബ്തു ഇലാ മുഹമ്മദിൻ, ഇലാ പോലെയുള്ള ജറിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കസ്റാണ് വരേണ്ടത്. ഈ അബു എന്ന് തുടങ്ങുന്ന വാക്കുകളാണെങ്കിലോ യാ ആണ്. കസ്റിന് പകരം എന്തായി? യാ ആണ്. ഇത് ഗ്രാമറിൻ്റെ ക്ലാസ് അല്ല, എങ്കിലും ചെറിയ സൂചന നൽകിയെന്ന് മാത്രം. أنه سمع أبا معبد مولى بن عباس يقول سمعت ابن عباس يقول لما بعث النبي صلى الله عليه وسلم معاذ بن جبل لما بعث النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോൾ, അതാണ് ലമ്മ ബഅസ എന്ന പദത്തിൻ്റെ അർത്ഥം. ആരെ നിയോഗിച്ചപ്പോൾ, അയച്ചപ്പോൾ? മുആദ് ഇബ്നു ജബലിൻ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചപ്പോൾ ഇലാ നഹ്വി അഹ്ലിൽ യമൻ, യമൻ വാസികളിലേക്ക്, യമൻകാരായ ജനതയിലേക്ക്, യമനികളായ ജനതയിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. ആരോട് പറഞ്ഞു? ഖാല ലഹു, ആരോട് പറഞ്ഞു? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ വേദക്കാരായ ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കിലേക്കാണ് താങ്കൾ ചെന്നെത്തുന്നത്. ഇന്നക, നിശ്ചയം താങ്കൾ, തഖ്ദമു പോകുന്നത്, ചെന്നെത്തുന്നത്, അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ഒരു ജനതയിലേക്ക്, ഒരു ജനതയുടെ അടുക്കലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നു. കാരണം യമൻ മുസ്ലിങ്ങളുടെ അധീനത്തിൽ പെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി യമനിലേക്ക് ചില സഹാബത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. അവരുടെ കൂട്ടത്തിലായിരുന്നു ആര്? മുആദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ. യർഹമുക്കല്ലാഹ്. അത് ഏകദേശം ഹിജ്റ 9-ാം വർഷത്തിലാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 9-ാം വർഷത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ എത്രാം വർഷത്തിലാണ് മരണപ്പെടുന്നത്? ഹിജ്റ 11-ാം വർഷം.
ഹിജ്റ 11-ാം വർഷം. പറഞ്ഞു വരുന്നത്, ഇവിടെ നബിയുടെ മരണത്തിന് മുമ്പ് ഏതാനും ചില കാലങ്ങൾക്ക് മുമ്പാണ് ആര് നിയോഗിക്കപ്പെടുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കാനുള്ള ഒരു കാരണം പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹമാണ് സഹാബത്തുകളുടെ കൂട്ടത്തിൽ ഹലാൽ ഹറാം വിഷയത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, വഅഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ്. ഹലാൽ ഹറാം വിഷയങ്ങളിൽ സഹാബത്തുകളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവൻ മുആദാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി പോലെയുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു. എന്താണ് പറഞ്ഞു കൊടുത്തത്? ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. ഇവിടെ ഖദിമ എന്ന ക്രിയയുടെ വർത്തമാനകാല ക്രിയയാണ് ഏത്? തഖ്ദമു. പേനയുണ്ടോ? ഈ ഖദിമ എന്ന് വെച്ചാൽ എത്തി, വന്നു. ഖദിമ മിനസ്സഫർ, ഒരാൾ യാത്ര കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക? ഖദിമ അല്ലേ? ഖദിമ. ഖദിമ ഖുദൂമൻ. അതിൻ്റെ മുദാരി എന്താണ്? യഖ്ദമു. അതവിടെ ഉപയോഗിച്ചത്. നോക്കൂ നിങ്ങൾ, അറബി ഭാഷയുടെ വിശാലതയാണ്. ഇവിടെ 3 സാദൃശ്യമുള്ള വാക്കുകളാണ്. അത് ഒറ്റ പദമാണ്. ഖാഫ് ദാൽ മീം. ഹറക്കത്തുകൾ വ്യത്യാസം കാരണം എന്തായി മാറി? അർത്ഥവും വ്യത്യാസം. നോക്കൂ നിങ്ങൾ, ഖദിമ, ഖദമ, ഖദുമ. ഇത്രയും സൂക്ഷ്മമായ ഭാഷയാണ് അറബി ഭാഷ. ഒരു ഹറക്കത്ത് മാറിക്കഴിഞ്ഞാൽ എന്തായി മാറി? അർത്ഥം മാറും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരത്തിന്റെ ഹറക്കത്ത് ഫത്ഹ ദമ്മ തെറ്റിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് ലഹ്ൻ ജലിയാണ്. എന്താണ്? ലഹ്ൻ ജലി. അതായത് വ്യക്തമായ പിഴവ് എന്നർത്ഥം. വ്യക്തമായ പിഴവ്. ഖദിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എത്തി. ഖദമ എന്ന് വെച്ചാൽ എന്താണ്? മുൻകടന്നു. ഖദിമ എന്ന് പറഞ്ഞാൽ പഴകി. ഖദിമ യാത്രയിൽ നിന്ന് വന്നു. യാത്രയിൽ നിന്ന് വന്നു. എന്താണ് പറയുക? ഖദിമ. ഖദിമ ഇതിന്റെ മുവാരി എന്താണ്? യഖ്ദമു എന്നാണ്. യഖ്ദമു. ഖദിമ യഖ്ദമു. ഇതിന്റെ മസ്ദർ ക്രിയാധാതു എന്താണ്? ഖുദൂമൻ. ഖുദൂമൻ. ഖദിമ യഖ്ദമു ഖുദൂമൻ. അതുകൊണ്ട് തന്നെ ഹദീസ് വായിക്കുമ്പോൾ ഈ അർത്ഥത്തിലാണ് ഹദീസിൽ പ്രയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നക തഖ്ദുമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറി. മനസ്സിലായി? അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. ഹറക്കത്തില്ലെങ്കിലും നമ്മൾക്ക് ഈ അർത്ഥം പറഞ്ഞാൽ ഈ വസ്ന്
മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ വായിക്കാൻ സാധിക്കും. ഇനി ഖദമ എന്ന വാക്ക് എന്താക്കും? മുൻകടന്നു, മുന്നിലായി എന്നതിന്റെ മുബാരിഅ എന്താണ്? യഖ്ദും. യഖ്ദും യഖ്ദുമു എന്നാണ് ഇതിന്റെ ഖദമ എന്ന വാക്കിന്റെ അർത്ഥം. ഖദിമ, ഖദമ, ഖദിമ. ഇതിന്റെ ക്രിയാധാതു എന്താണ്? ഖുദ്മൻ. ഈ പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. യഖ്ദുമു ഖൗമഹു. അതെ അതെ, ഖദുമ, ഖദുമ. അതായത് പിന്നെ ഇത് ഭൂതകാല ക്രിയയാണ്. ഭൂതകാല ക്രിയയുടെ അവസാനം എപ്പോഴും എന്തായിരിക്കും? ഫത്ഹായിരിക്കും. അതുകൊണ്ടാണ് സാധാരണ ഒരു പ്രയോഗമുണ്ട് ഗ്രാമറിൽ, അറബി നഹ്വിൽ എന്താണ്? ഫിഅ്ലു മാദിൻ മബ്നിയുൻ അലൽ ഫത്ഹി. അത് ഫത്ഹ് കൊണ്ട് ബിനാ ചെയ്യപ്പെട്ടതാണ്. ഏതായാലും ഇത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശദീകരിക്കുകയാണ്. ഖദുമ എന്ന വാക്കിന്റെ മുബാരിഅ എന്താണ്? യഖ്ദും. അപ്പോൾ ഈ ഖദമ, ഖദുമ എന്നീ രണ്ട് ഫിഅലിന്റെയും മുബാരിഅ എന്താണ്? പക്ഷെ മാദിയിലേക്ക് പോയാൽ വ്യത്യാസമായി. മാത്രമല്ല മസ്ദറിലേക്ക് ഈ ഖഴലി എന്ന വാക്കിന്റെ മസ്ദർ എന്താണ്? ഖിദമൻ. ഖിദമൻ. ഖദുമ യഖ്ദുമു ഖിദമൻ എന്ന് പറഞ്ഞാൽ സാധനം പഴയതായി. അതുപോലെ തന്നെ ഖദമ യഖ്ദുമു ഖുദ്മൻ എന്ന് വെച്ചാൽ മുൻകടന്നു. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുൻ നാർ. ഫിർഔനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞല്ലോ, യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമ. അദ്ദേഹത്തിന്റെ ജനതയെ മുൻകടക്കും, മുന്നിലാവും നരകത്തിൽ. ഫഔറദഹുമുൻ നാർ. അങ്ങനെ അവൻ ഫിർഔന് നരകത്തിലേക്ക് എന്ത് നയിക്കും. പറഞ്ഞു വരുന്നത് ഇവിടെ എത്തി, മുൻകടന്നു, പഴകി എന്ന് ഒരു ഹറക്കത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്തായി മാറിയത്? അർത്ഥവ്യത്യാസം വന്നത്. ഇവിടെ ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലിൽ കിതാബ് ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദു അല്ലാഹ തആല. താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്, വിളിക്കേണ്ടത്, പ്രബോധനം ചെയ്യേണ്ടത് ഏതിലേക്കാണ്? അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ്. തൗഹീദിലേക്കാണ് താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഒരു പ്രബോധനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അയാൾ ശ്രദ്ധ പുലർത്തേണ്ടത് ഏത് വിഷയമാണ്? തൗഹീദ് വിഷയമാണ്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ നിർദ്ദേശത്തിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രബോധകരും മുൻഗണന നൽകേണ്ട വിഷയം ഏതാണ്? പ്രബോധനത്തിൽ തൗഹീദ് അഥവാ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കണം കേന്ദ്രീകരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം മറ്റുള്ള ഇസ്ലാമിക വിഷയങ്ങൾ. കാരണം തൗഹീദ് ഇല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മാത്രമല്ല ഇവിടെ അഹ്ലുൽ കിതാബിലേക്കാണ് താങ്കൾ പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എന്താണ്? ഒരു പ്രബോധകന് വേണ്ട നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ സാധാരണക്കാരായ ജനതയിലേക്കല്ല പോകുന്നത്, മറിച്ച് വേദങ്ങളെ സംബന്ധിച്ച് അറിവുള്ള, വേദങ്ങൾ കൈവശമുള്ള ഒരു വിഭാഗത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ എല്ലാ നിലക്കും തയ്യാറായിട്ടായിരിക്കണം പോകേണ്ടത്. കാരണം അവർ അവരുടെ വേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാദിക്കും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം താങ്കളുടെ അടുക്കൽ, മറുപടി താങ്കളുടെ അടുക്കൽ ഉണ്ടാവണം. അപ്പോൾ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു ധ്വനിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞപ്പോൾ
ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഫത്ഹുൽ ബാരിയിലും അതുപോലെ ഇമാം ഖസ്തലാനി ഇർഷാദ് ഉസ്സാരിയിലൊക്കെ പറയുന്നുണ്ട്, ഈ വേദക്കാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ജൂതന്മാരാണെന്ന്. ആരാണ്? ജൂതന്മാരാണ്. ഫൈദാ അറഫു ദാലിക്, എന്താണത്? അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ? തൗഹീദ്, ഏകദൈവ വിശ്വാസം ആ ജൂതന്മാരായ വേദക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സ്വലവാത്ത്, 2 പ്രാവശ്യം അലൈഹിം വന്നിട്ടുണ്ട്, ഒരു അലൈഹിം വെട്ടിക്കളയുക. ഫഅഖ്ബിർഹും, അപ്പോൾ അവരെ അറിയിച്ചു കൊള്ളുക. എന്ത് അറിയിച്ചു കൊള്ളുക? അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സ്വലവാത്തിൻ, 5 നമസ്കാരങ്ങൾ അവർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫറദ അലൈഹിം എന്ന കാര്യം അറിയിച്ചു കൊടുക്കുക. അപ്പോൾ തൗഹീദ് അംഗീകരിച്ചാൽ അവരെന്തായി? ഇസ്ലാമിൽ പ്രവേശിച്ചു. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ട നിർബന്ധ കർമ്മം ഏതാണ്? നമസ്കാരമാണ്. ഇതാണ് ശരിക്ക് 5 നമസ്കാരം ഇസ്ലാമിൽ നിർബന്ധമാണ് എന്ന വ്യക്തമായ തെളിവ്. ഖുർആനിൽ ഇങ്ങനെ 5 എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് 5 നമസ്കാരങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് പല ആയത്തുകളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് തള്ളിക്കളഞ്ഞാൽ പിന്നീട് എന്തായി മാറി? നമസ്കാരം 5 വക്താണെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഖുർആൻ മാത്രമാണെങ്കിൽ എന്തായി മാറി? ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, അടിസ്ഥാന കർമ്മങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സ്വലവാത്ത്, 5 നമസ്കാരങ്ങൾ. ഇമാം നവവി റഹ്മഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഭാഗം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, വഫീഹി അന്നൽ വിത്ര ലൈസ ബിവാജിബിൻ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, വിത്ര വാജിബല്ല എന്ന്. അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയ നമസ്കാരം എത്രയാണ്? 5 വക്ത്. അതിൻ്റെ അർത്ഥം ഈ 5 വക്ത് കഴിഞ്ഞാൽ, 5 വക്ത് കൂടാതെയുള്ള നമസ്കാരങ്ങൾ അത് ഫർദല്ല, മറിച്ച് നഫ്ലാണ്, സുന്നത്തായ നമസ്കാരങ്ങളാണെന്ന് മനസ്സിലായി അല്ലേ? അതുകൊണ്ട് തന്നെ വിത്ർ നമസ്കാരം പോലെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ പ്രബലമായ അഭിപ്രായ പ്രകാരം എന്താണ്? അത് വാജിബല്ല, അത് സുന്നത്താണ്. ചില മദ്ഹബുകളിൽ, ഹനഫി മദ്ഹബ് ഉദാഹരണം, ഹനഫി മദ്ഹബിൽ വിത്ർ എന്താണ്? വാജിബാണ്. ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സ്വലവാത്തിൻ. ഇവിടെ എന്താണ് ഇമാം നവവി പറയുന്നത്? നോക്കൂ, ഇമാം നവവിൻ്റെ സൂക്ഷ്മമായ പാണ്ഡിത്യം. അദ്ദേഹം പറയുന്നു, വിത്ർ വാജിബല്ല. لأن بعث معاذ إلى اليمن كان قبل وفاة النبي صلى الله عليه وسلم بقليل. നബിയുടെ മരണത്തിന് തൊട്ട് മുമ്പായിരുന്നു, അല്പം കാലങ്ങൾക്ക് മുമ്പായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർബന്ധമായ നമസ്കാരം 5 ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിൻ്റെ, അതായത് നബിയുടെ മരണത്തിന്, വഫാത്തിന് തൊട്ട് മുമ്പും വിത്ർ എന്തല്ല? വാജിബല്ല. അപ്പോൾ ചില ഹദീസുകളിൽ ഔത്തിറു, നിങ്ങൾ വിത്ർ നമസ്കരിക്കണം, കൽപ്പന വന്നിട്ടുണ്ട്. ആ കൽപ്പന എന്ന ആ നിർദ്ദേശം, അതിൻ്റെ അർത്ഥം എന്തായി മാറി? സുന്നത്തായി മാറി. കൽപ്പന എന്ന പ്രയോഗം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി എന്തിനുള്ളതാണ്? നിർബന്ധത്തിനുള്ളതാണ്. വഅഖീമുസ്സലാ, നമസ്കാരം ഞാൻ നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ നമസ്കാരം സുന്നത്താണെന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അമ്ർ വന്നു കഴിഞ്ഞു. ഖുർആനിലും സുന്നത്തിലും അമ്ർ വന്നു കഴിഞ്ഞാൽ അതെന്തിനുള്ളതാണ്? വുജൂബിനുള്ളതാണ്. വുജൂബിന് ഉള്ള കൽപ്പനയാണത്. ഇനി വേറെ ഹദീസിൽ, വേറെ തെളിവുകളിലൂടെ ആ നിർബന്ധം സുന്നത്താണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ വുജൂബിൽ നിന്ന്
നദ്ബിലേക്ക് സുന്നത്തിലേക്ക് ആ വിധി മാറും. ഇതാണ് ഇമാം നവവിയുടെ ഈ ഇബാറത്തിൻ്റെ അർത്ഥം. ഫി യൗമിഹിം വലൈലത്തിഹിം, അവരുടെ പകലിലും രാവിലും അവർക്ക് എന്താണ് ഈ 5 വക്തുകൾ നിർബന്ധമാണ്. അതായത് ഈ 5 വക്തുകളിൽ പകൽ നിർവഹിക്കേണ്ട നമസ്കാരവുമുണ്ട്, രാത്രി നിർവഹിക്കേണ്ട നമസ്കാരമുണ്ട്. ഫജ്ർ, അതുപോലെ തന്നെ ളുഹർ, അസ്ർ പോലെയുള്ള നമസ്കാരങ്ങൾ പകൽ സമയത്താണ് നിർവഹിക്കേണ്ടത്. മഗ്രിബ്, ഇശാ നമസ്കാരങ്ങൾ രാത്രി സമയവും. ഫൈദാ സല്ലൗ, അങ്ങനെ അവർ അംഗീകരിച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫഅഖ്ബിർഹും അന്നല്ലാഹു അഫ്തറദ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ അംവാലുകളിൽ, അതായത് ഈ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നല്ല അർത്ഥം. അതെ, പക്ഷേ രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിൻ്റെ ആരംഭമാണ് ഏത്? ഫജ്ർ. ഇവിടെ പറഞ്ഞു വരുന്നത് അന്നല്ലാഹു അഫ്തറദ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ, അംവാലുകളിൽ അള്ളാഹു നിർബന്ധമായ സകാത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അവരെ അറിയിച്ചു കൊടുക്കണം. ഇഫ്തറദ അലൈഹിം, ഫറദ അലൈഹിം ഒരേ അർത്ഥമാണ്. സകാത്തൻ, സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ഫി അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ, സ്വത്തിൽ, സമ്പത്തിൽ. എന്താണ് ആ സകാത്തിൻ്റെ സ്വഭാവം? തുഖദു മിൻ ഗനിയിഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം, അവരുടെ ധനികരിൽ നിന്ന്, ധനികന്മാരിൽ നിന്ന്, സമ്പന്നരിൽ നിന്ന് എടുക്കപ്പെടുകയും വാങ്ങുകയും ഫതുറദ്ദു അലാ ഫഖീരിഹിം, അവരിൽപ്പെട്ട ദരിദ്രരിലേക്ക്, ഫഖീറിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്ന സമ്പത്താണ് ഏത്? സകാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇമാം നവവി റഹ്മഹുല്ലാ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വഫീഹി അന്ന സകാത്ത ലാ തുദ്ഫഉ ഇലാ കാഫിർ. ഇമാം നവവി റഹ്മഹുല്ലാ ഇത് പറയുമ്പോൾ നിങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, മുസ്ലിമിൻ്റെ ഷർഹിൽ. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തത് പിന്നെ എങ്ങനെ ഇമാം നവവി വിശദീകരിക്കുക? അതെ, ഈ ഹദീസ് ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇമാം നവവി പറയുന്നു ഫീഹി, ഈ ഇബാറത്തിൽ ഉണ്ട് അന്ന സകാത്ത ലാ തുദ്ഫഉ ഇലാ കാഫിർ, കാഫിറായ, സത്യനിഷേധിയായ, അമുസ്ലിമായ ഒരു വ്യക്തിയിലേക്ക് നൽകപ്പെടാൻ പാടില്ല സക്കാത്ത് എന്ന അർത്ഥം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സക്കാത്ത്, നമ്മുടെ നിർബന്ധ സക്കാത്ത് ആർക്ക് കൊടുക്കാൻ പാടില്ല? കാഫിറിന് കൊടുക്കാൻ പാടില്ല. അപ്പം ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീർമാർക്കും ദരിദ്രന്മാർക്കും അഗതികൾക്കുമാണ് നിർബന്ധ സ്വദഖ, സക്കാത്ത് എന്ന് പറയുമ്പോൾ ആ ഫഖീർമാരും മിസ്കിന്മാരും മുസ്ലിങ്ങളായ മിസ്കിന്മാരും ഫഖീർമാരും ആയിരിക്കണം. മനസ്സിലായില്ലേ? എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു മനസ്സ് ഇണക്കപ്പെട്ട, ഇസ്ലാമിലേക്ക് വരാൻ പ്രതീക്ഷയുള്ള വിഭാഗം, അവർ അമുസ്ലിങ്ങളാകട്ടെ, അവർക്ക് സക്കാത്ത് നൽകാം എന്നും പണ്ഡിതന്മാർ പറയുന്നു. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന ആ പദത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു. പെട്ടെന്ന് തന്നെ തീർക്കാം. തുഖദു മിൻ ഗനിയിഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം ഫഇദാ അഖറു ബിദാലിക്, അവർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, എന്താ അഖറു എന്ന് വെച്ചാൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഫഖുദ് മിൻഹും, അവരിൽ നിന്ന് താങ്കൾ സക്കാത്ത് എടുത്തുകൊള്ളുക. വതവഖ, താങ്കൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? ഖറായിമ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിൽ വിലപ്പെട്ടത്, വിലമതിച്ച സമ്പത്ത് നോക്കിയിട്ട് താങ്കൾ എടുക്കരുത്. അത് അവർക്ക് വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മധ്യരൂപത്തിൽ പറ്റ മോശമാകാത്ത, എന്നാൽ വലിയ മുന്തിയ സമ്പത്തല്ലാത്ത ഒരു അവരെ അമ്വാലിൽപ്പെട്ട വിഭവമാണ് താങ്കൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരാൾക്ക് 5 ഒട്ടകമുണ്ട്. 5 ഒട്ടകമുണ്ട്. എത്രയാണ് നിർബന്ധ സക്കാത്ത്? ഒരു
ഒരു ആട്. ഇപ്പോൾ പശുവിൻ്റെ സക്കാത്ത് ആരംഭിക്കുന്നത് ഏത് കണക്കിൽ നിന്നാണ്? 30 പശുവുണ്ടെങ്കിൽ ഒരു തബീആണ് നിർബന്ധ സക്കാത്ത്. അതുപോലെ തന്നെ ആടിൻ്റെ കണക്കാണെങ്കിൽ 40 ആടുകൾ ഉണ്ടെങ്കിൽ ഒരാടാണ് നിർബന്ധ സക്കാത്ത്. ഈ 40 ആടുകളിൽ നിന്ന് ഏറ്റവും മുന്തിയ നല്ല വരുമാനം ഉള്ള ആടിനെ മാത്രം നോക്കിയിട്ട് എടുത്തിട്ട് ഈ സക്കാത്ത് ശേഖരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വന്നിട്ട് അവർക്കുള്ള നിർദ്ദേശമാണത്. സക്കാത്ത് ശേഖരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണത്. ആ സമ്പത്തിൽ ഏറ്റവും ഇയാൾക്ക് ഈ ഉടമക്ക്, ഈ ആടുകളുടെ ഉടമസ്ഥന് ഏറ്റവും വരുമാനമുണ്ടാക്കുന്ന ഏറ്റവും വിലപ്പെട്ട ആട് നോക്കിയിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ മോശമായ ആടും സക്കാത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനും വാങ്ങാനും പാടില്ല. എന്താണ്? 30, 40 ആടിനും 5 ഒട്ടകത്തിനും. എന്താണ്? അതായത് അതിന് ശരിക്കും കണക്ക് 25 ഒട്ടകമാണെങ്കിൽ അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. 25 ഒട്ടകമാണെങ്കിൽ അതിൽ ഒരു വയസ്സ് പൂർണ്ണമായ ചെറിയ ഒട്ടകമാണ്, ബിന്തു മഹാദാണ് കൊടുക്കേണ്ടത് എന്ന് സക്കാത്തിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അത് പറയാനുള്ള കാരണം അവയിൽപ്പെട്ട ഏറ്റവും വിലപ്പെട്ട വസ്തു എടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇവിടെ. ഈ ഹദീസ് ഇമാം ബുഖാരി കിതാബു സക്കാത്തിൽ ഉദ്ധരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതായത് അവരുടെ സമ്പത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു വത്തഖി ദഅവത്തൽ മദ്ലൂം. ആ ഭാഗം കിതാബ് തൗഹീദി ഇല്ല എങ്കിലും പഠിക്കാൻ വേണ്ടി വായിക്കുകയാണ്. വത്തഖി ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിൻ്റെ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ട മദ്ലൂമായ മനുഷ്യൻ്റെ പ്രാർത്ഥനയും അള്ളാഹും തമ്മിൽ യാതൊരു മറയുമില്ല. ആ പ്രാർത്ഥന ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് എത്തുകയും അതിനുള്ള പരിഹാരം, അതിനുള്ള ആ ഇജാബത്ത് അള്ളാഹു ഉടനെ തന്നെ നൽകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദാഇയായിട്ട്, ഒരു പ്രബോധകനായിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, അതായത് അള്ളാഹുവിന് ചെയ്യേണ്ട ബാധ്യതകൾ, തൗഹീദ്, നമസ്കാരം, അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് നൽകേണ്ട ബാധ്യത, അതിൻ്റെ എല്ലാ വശങ്ങളും ചെറിയ വാക്കുകളിലൂടെ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ജവാമിഉൽ കലിം എന്ന അറബിയിൽ പറയും. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ അധ്യാപനം യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ വരെ എല്ലാ പ്രബോധകർക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രബോധകർ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ച് അത് നമ്മുടെ പ്രബോധന രംഗത്ത് നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് പ്രബോധനം നടത്തുന്ന സാലിഹീങ്ങളായ ദുആത്തുകളിൽ നമ്മെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.